ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമുക്കൊരു വെറൈറ്റി പുൽക്കൂട് ഉണ്ടാക്കിയെടുത്താല. ഇതിന് നമ്മൾ യൂസ് ചെയ്തേക്കണത് ഇതേപോലത്തെ കുറച്ച് പൊട്ടിയ തെർമോക്കോളുകളാണ് യൂസ് ചെയ്തേക്കണത്. അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പ് തന്നെയാണ് ഞാൻ എടുത്തേക്കണത്. പിന്നെ പിന്നെ നമ്മൾ യൂസ് ചെയ്തേക്കണത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ഒരു പാക്കറ്റാണ്. ഏകദേശം ഒരു 40 രൂപ റേഞ്ചിൽ ഇതിന് വന്നുള്ളു. പിന്നെ തെർമോക്കോളാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും പഴയതിൻ്റെയൊക്കെ നമുക്ക് പിടിച്ചെടുത്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും കോസ്റ്റ് വരുന്നത് ഒരു 40 രൂപ ഇതിൻ്റെ അകത്ത് വന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 40 രൂപ നമുക്കൊരു പുൽക്കൂട് നമുക്ക് സെറ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കളറുകൾ പോസ്റ്റർ കളറുകളാണ്. അതിൽ ഞാൻ 2-3 കളറുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഗ്രേ യൂസ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക്, പിന്നെ ഒരു ക്രീം കളർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മതി. ഇനിയിപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും അടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ജസ്റ്റ് വൈറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ഫുൾ അടിക്കുന്ന സമയത്ത് അത് ഉണങ്ങി കഴിയാൻ നേരത്ത് ഫുൾ വൈറ്റ് ആയിട്ട് നിൽക്കും. ഒന്നെങ്കിൽ അവിടെ വെച്ച് നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തു പോകാവുന്നതാണ്. ഒന്നെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പെയിൻറ്റ് അടിച്ചിട്ട് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് വരുത്തണമെങ്കിൽ പെയിൻറ്റ് അടിക്കേണ്ടി വരും. ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന പോസ്റ്റർ കളറാണ്. അത് തന്നെ വേണമെന്നില്ല, ഏത് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പെയിൻറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ പുൽക്കൂട് ഉണ്ടാക്കിയെടുക്കാൻ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഈ പുൽക്കൂട് സെറ്റ് ചെയ്തെടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് റൂമിലൊക്കെ വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു പഴയ പീസ് എടുത്ത് വെക്കണം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇതേപോലെ ഒരു തെർമോക്കോളിൻ്റെ പീസാണ്. ഇത് ഏറ്റവും താഴത്തെ ഒരു ബേസ് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പഴയതാണ് എടുത്തേക്കുന്നത്. ബേസ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അതേപോലെ തന്നെ അത്യാവശ്യം കട്ടിയുള്ള തെർമോക്കോളാട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കണം. കട്ടി കുറഞ്ഞാണെങ്കിൽ കുറേ പൊട്ടി പോകും. അതുകൊണ്ട് മാക്സിമം കട്ടിയുള്ള തന്നെ യൂസ് ചെയ്യുക. നമ്മുടെ ബോക്സ് ഒക്കെ വന്ന ടൈപ്പ് എടുക്കുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. ഇതൊരു ബോക്സിൻ്റെ പീസാണ്. അതാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഓരോ പീസായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ബാക്കിലത്തെ ഒരു ഏരിയ നമുക്ക് കറക്റ്റ് ചെയ്യണം, ഈ സൈഡിൽ നിന്ന് ഒരു ഏരിയ കറക്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് തള്ളി നിൽക്കുന്ന ഒരു ഏരിയ കറക്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ഏരിയകളൊക്കെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതെല്ലാം കട്ട് ചെയ്തെടുക്കാനുള്ള അതിനനുസരിച്ച് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെയും ഈ ഒരു ഏരിയയിലുമായിട്ട് കുറച്ച് പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇത് മൊത്തത്തിൽ കട്ട് ചെയ്ത് പോകണം. ഈ ഒരു ഏരിയ ആവശ്യമില്ലാത്ത, അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഏരിയകളും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു കട്ട പൊട്ടിച്ച് വെച്ചേക്കുന്ന ഒരു ഫീലാണ് നമുക്ക് വരുത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേപോലത്തെ നൈഫാണ് യൂസ് ചെയ്യണത്. നൈഫ് തന്നെ വേണമെന്നില്ല, കുറേ ഐറ്റംസ് ഇപ്പോൾ അവൈലബിൾ ആണ് ശരിക്കും ഇങ്ങനത്തെ തെർമോക്കളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ. അങ്ങനെ നമുക്കിത് ആവശ്യമുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കണം. കുറച്ചൊക്കെ പൊട്ടിയൊക്കെ പോകും, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. കാരണം നമുക്കിതിന് മേളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അടിക്കാനുള്ള, അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോണതൊന്നും വിഷയമല്ല. കറക്റ്റ് പെർഫെക്ഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓപ്പോസിറ്റ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ അതും അടുത്തതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു ഫിനിഷിങ് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, കറക്റ്റ് ഈ ഷേപ്പിൽ തന്നെ വേണമെന്നില്ല, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കാരണം ഇത് പൊട്ടിയ ഒരു കട്ടയുടെയൊക്കെ ഒരു ഫീൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയൊക്കെ കട്ട് ചെയ്താലും ആ ഒരു ഫീല് വന്നോളും. അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ അകത്തോട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു ഏരിയ. ഇനി നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാനുള്ളത് ഇങ്ങോട്ടുള്ള ഒരു പോർഷൻ സെറ്റ് ചെയ്യണം. ഇവിടെ തൂണൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈസി ആയിട്ട് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. മേളത്തെ ഒരു ഏരിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു തെർമോക്കോൾ എടുത്തിട്ട് ചെറിയ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമുക്ക് കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏരിയകൾ ഫുള്ള് ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെന്തായാലും നമുക്ക് ഇതേപോലെ തന്നെ ഡയറക്റ്റ് എടുത്ത് വെക്കാൻ പറ്റില്ല, കട്ടയുടെ കുറച്ച് ഫീല് കൊണ്ടുവരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കട്ടയുടെ ഒരു പൊട്ടിയേക്കുന്ന ഒരു ഫീല് കിട്ടും. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തൂണിൻ്റെ ഒരു സെറ്റപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ തെർമോക്കോളിൻ്റെ ഇതേപോലത്തെ ഒരു പീസ് 2-3 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ 4 പീസ് വലുതും 4 പീസ് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെറുതുമായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നല്ല കട്ടിക്ക് നമുക്കൊന്ന് കലക്കിയെടുക്കണം. വെള്ളം കുറച്ചിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൂടുതലായിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഭിത്തിയും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ നേരത്തെ മാക്സിമം കട്ടിക്ക് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം, എന്നാലേ അതിന് കുറച്ച് ബലം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം കട്ടിക്ക് എടുത്തിട്ട് വേണം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ളത് നമ്മുടെ തൂണിന്റെ ഒരു ഏരിയ. 2 പീസ് നമ്മൾ മേളിൽ ആദ്യം തന്നെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 ചെറിയ പീസ് താഴെ വെച്ചിട്ട് അതിന്റെ ഗ്യാപ്പിൽ വേണം നമ്മുടെ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഞാൻ 2 തൂണും സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ട് ഇത് ഫുള്ളൊന്ന് തേച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഐറ്റംസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സെറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ട് അതിൽ കൂടുതൽ വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഫുള്ളൊന്ന് ഇളക്കി സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല ലൈറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ പുൽക്കൂട് ഫുള്ളൊന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കണം. കുറേ നേരത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ പുൽക്കൂട് നമ്മൾ നല്ല രീതിക്കൊന്ന് ഉണക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ലുക്കിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തേക്കണ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എല്ലാം നല്ല രീതിക്ക് പിടിച്ച് സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. നമ്മുടെ ഈ തൂണിൻ്റെയൊക്കെ ഒരു ഫീല് കറക്റ്റായിട്ട് നമുക്ക് അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്.
ഇതൊക്കെ സെറ്റ് ചെയ്തെടുത്തത് എന്തായാലും അറിയാലോ, നമ്മൾ ഇതേപോലെ തന്നെ ചെറിയ 2 പീസ് തെർമോക്കോളുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ അതിനേലും കുറച്ചുകൂടി ഡിസൈൻസ് ഒക്കെ കൂട്ടണമെങ്കിൽ ചിലപ്പോൾ റൗണ്ടിലത്തെയൊക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫീലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറേ നേരം ഇരുന്ന് പണിയെടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതേപോലെയൊക്കെ കുറേ ഐറ്റംസ് ഇതിൻ്റെ തന്നെ ഇനി ആഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒട്ടിക്കുന്ന സമയത്ത് തന്നെ അങ്ങനത്തെ ഒക്കെ മാക്സിമം എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്ത് പോകണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലിട്ട് പണിഞ്ഞിട്ട് പിന്നെ അത് തുടങ്ങാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഐറ്റം, ഇവിടെ കുറേ കല്ലുകളൊക്കെ കിടക്കണം പോലത്തെ ഐറ്റം നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തേക്കണത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആദ്യം ഞാൻ എടുത്തേക്കുന്ന ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് നല്ല രീതിക്കൊന്ന് കട്ട പിടിച്ച് പോയായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചപ്പോഴത്തേക്കും ഈ ഒരു ഷേപ്പിലായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി ഞാൻ എടുത്തപ്പോഴത്തേക്കും കുറേ കല്ലിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഇവിടെ കുറേ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മേലിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കലക്കി ഒഴിച്ചു കൊടുത്തു. അപ്പോഴത്തേക്കും അത് സെറ്റാകുകയും ചെയ്ത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുകയും ചെയ്ത് അങ്ങനെ തന്നെ ഈ ഒരു ഏരിയയിലും കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഈ പുൽക്കൂടിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ബാക്കിയുള്ള ഏരിയാസ് ഇവിടെയൊക്കെ കുറച്ചുകൂടി ഒന്ന് പിടിക്കാനുണ്ട്. അതൊക്കെ നമ്മളെന്തായാലും പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫില്ല് ചെയ്തെടുക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത്രയും ഏരിയകളെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. ഇത് മൊത്തത്തിൽ നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പ്ലാസ്റ്റർ ഓഫ് പാരീസിന് കൂടുതലും വൈറ്റ് ആയതുകൊണ്ട് തന്നെ വൈറ്റും മാക്സിമം അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ ചില ഏരിയകളിൽ മാത്രം നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. പെയിൻറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, ഗ്രേ എടുത്തിട്ടുണ്ട്, ഗ്രീൻ എടുത്തിട്ടുണ്ട്, ബ്രൗൺ എടുത്തിട്ടുണ്ട്. ഇത്രയും കളറുകളാണ് നമ്മളിപ്പോൾ മാക്സിമം യൂസ് ചെയ്യണത്. ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ആക്രിലിക് പെയിൻ്റാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കാരണം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ കളറുകളും ഇതിനകത്ത് പിടിച്ചോളും. ഇനാമൽ അടിച്ചാൽ പോലും വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് കിട്ടിക്കോളും. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പുൽക്കൂട് ഉണ്ടാക്കിയ സമയത്ത് അതിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഫുൾ ഇനാമലായിരുന്നു. മാക്സിമം ഇപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അടിച്ചു വെച്ചേക്കുന്നത് തന്നെ ഇതിനിപ്പോൾ ഒരു ഭിത്തിയുടെയൊക്കെ ഒരു ടെക്സ്ചർ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം വൈറ്റ് എവിടെയൊക്കെ വന്നോന്ന് പ്ലാൻ ചെയ്തിട്ട് അത് മാക്സിമം പോകാത്ത രീതിക്ക് വേണം നമ്മൾ ഇങ്ങനത്തെ പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് അടിച്ചെടുക്കാനായിട്ട്. കാരണം ഇത് വെച്ച് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ മേലിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒന്നുകൂടി അടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫീലും കൂടെ പോകും. അതുകൊണ്ട് തന്നെ മാക്സിമം അടിക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ അടിക്കണം. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച് നോക്കണേ ഇതിൽ പിടിക്കോ ഇല്ലെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒരു ഗ്രീൻ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഒരു ബ്രൗൺ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്ക് ഫീലിലാണ് നിൽക്കണം. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി ഇതേപോലെ വെള്ളം ചേർത്തിട്ട് കുറച്ചുകൂടി ഒന്ന് ലൈറ്റായിട്ടൊന്ന് അടിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഷെയ്ഡ് കിട്ടും. അപ്പോൾ മാക്സിമം ഈ ഒരു ഏരിയ ഈ ഒരു രീതിക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഏരിയകളൊക്കെ നമുക്കൊന്ന് ബ്ലാക്ക് അടിക്കണം. ഓരോ ലെയറായിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട് മാക്സിമം. ഇപ്പോൾ ഇവിടെ ലൈറ്റാണെന്ന് ഓർത്തിട്ട് അതങ്ങനെ വിചാരിക്കേണ്ട. ശരിക്കും എത്ര ലൈറ്റ് ആണെങ്കിലും നമുക്കവിടെ അതിനിൽ ഒന്നുകൂടി ലൈറ്റ് ആക്കാനും പറ്റും, ഒന്നുകൂടി ഡാർക്ക് ആക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ മാക്സിമം ആദ്യം ഏകദേശം ലൈറ്റ് കളറുകൾ അടിച്ചടിച്ച് പോകണം. എന്നിട്ട് വേണം ഏറ്റവും ലാസ്റ്റൊക്കെ നമ്മുടെ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. ഇങ്ങനെ പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പുൽക്കൂടിന് ഓൾറെഡി ഒരു വൈറ്റ് കളർ ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വൈറ്റ് നിർത്തിക്കൊണ്ട് ബാക്കി ഒരു അഴുക്ക് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ പെയിൻ്റ് അടിച്ചെടുക്കുന്നത്. അതിൽ പുല്ല് പിടിക്കുന്ന ഏരിയകളിൽ കൂടുതൽ ബ്രൗണും ഗ്രീനും ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അല്ലാത്ത ഏരിയകളിൽ കുറച്ച് ഗ്രേ ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഭിത്തിയിലൊക്കെ അഴുക്ക് പിടിച്ചേക്കുന്ന ഒരു ടെക്സ്റ്റാണ് നമുക്ക് വരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയകളും ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് അടിച്ചു പോയിച്ചാൽ മതി. കുറച്ചുകൂടി ലൈറ്റ് ആക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രഷിൽ ജസ്റ്റ് ഒന്ന് വെള്ളം മുക്കിയിട്ട് വെള്ളം മാത്രം വെച്ചിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. അങ്ങനെ നമ്മൾ എല്ലാ ഏരിയകളും അത്യാവശ്യം നമ്മൾ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പെയിൻറ്റിങ് ഏകദേശം ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള പണി ഈ താഴത്തെ ഒരു കട്ടയുടെ ടെക്സ്ചർ കൊടുക്കാനായിട്ട് ഗ്രേ ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിങ്ങനെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്ത് കൊള്ളണം. അപ്പോൾ കുറേ ഏരിയകളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇരിക്കാൻ പാടില്ല. ലൈറ്റായിട്ട് വരാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്യണം. അങ്ങനെ മാക്സിമം ഏരിയകൾ നമ്മളിങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട്. ലൈറ്റായിട്ട് ഭയങ്കര വീതി കൂടി ഒരു ബ്രഷ് എടുക്കുക, ജസ്റ്റ് വെള്ളത്തിൽ മാത്രം മുക്കുക, ജസ്റ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫിനിഷിങ് ലുക്ക് കിട്ടും. ലൈറ്റായിട്ട് വേണം, ഓവർ വെള്ളം എടുക്കരുത്. ഓവർ വെള്ളം എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൊളിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓവർ വെള്ളം എടുക്കരുത്, അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ പെയിൻ്റ് അടിച്ചേക്കുന്നത് നല്ല രീതിക്കൊന്ന് ഉണങ്ങണം. നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണങ്ങിയ രീതിക്ക് തന്നെ നല്ല രീതിക്കൊന്ന് ഉണങ്ങണം. എന്നാലേ നമുക്ക് നമ്മുടെ ഉണ്ണീശ്വരനെ എല്ലാം എടുത്ത് ഇതിൻ്റെ അകത്തായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പുൽക്കൂട് എന്തായാലും നമ്മൾ പെയിൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഉണങ്ങുന്ന ടൈമിന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള കുറച്ച് ഐറ്റംസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കുറച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതേപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. അതൊന്ന് ജസ്റ്റ് ഞാൻ ഇതേപോലെ ഒന്ന് റഫായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ഇത്രയും കഴിയുമ്പോഴത്തേക്കും അത് ഈ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. പക്ഷേ ഇത് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ചകിരിയുടെ പീസുകളൊക്കെ നമ്മൾ കീറി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറ്റി വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
നമുക്കൊരു വൈക്കോലൊക്കെ വെച്ചേക്കുന്ന ഒരു ഫീൽ കിട്ടും. അപ്പൊ അത്രയും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പുൽക്കൂടിന്റെ ഉള്ളിലായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഓരോ ബോക്സുകളും പുൽക്കൂടിന്റെ ഓരോരോ ഏരിയകളായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓരോ ആൾക്കാരായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഔസി പിതാവിനെയും മാതാവിനെയും ഉണ്ണീശുവിനെയും ബാക്കി എല്ലാവരെയും കൂടി അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ പുൽക്കൂടിന്റെ ഫൈനൽ ലുക്ക്. അപ്പൊ ഇത്ര ഉള്ള നമ്മുടെ പുൽക്കൂടിന്റെ പരിപാടി. ജസ്റ്റ് കുറച്ച് പൊട്ടിയ സാധനങ്ങളും അങ്ങനെ പഴയ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ പുൽക്കൂട് ഫുള്ള് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഏകദേശം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എനിക്ക് വന്നേക്കുന്ന ടൈം ഒരു ദിവസം മാത്രമാണ്. രാവിലെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് പരിപാടി തീർക്കാൻ പറ്റും. ആകപ്പാട് ഉണങ്ങണേന് മാത്രമാണ് കുറച്ച് ടൈം നമുക്ക് ആവശ്യം വന്നേക്കുന്നത്. നല്ല വെയിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ പരിപാടി. ജസ്റ്റ് കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പുൽക്കൂട് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഫുള്ള് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വന്നേക്കുന്നത് പെയിന്റിങ് കാര്യങ്ങളായിട്ട് നമുക്ക് ഫുൾ കോസ്റ്റ് വന്നേക്കുന്നത് ഒരു 50 രൂപ 60 രൂപ റേഞ്ചിലാണ് നമ്മൾ ഈ പുൽക്കൂട് ഫുള്ള് സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഇതേപോലത്തെ പുൽക്കൂടുകളൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഈ വലിയ എമൗണ്ടുകളൊക്കെ കൊടുത്ത് വാങ്ങിക്കണമെന്നില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിനെ പുൽക്കൂട് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തെന്ത് ഐറ്റം ഉണ്ടാക്കണമെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പുൽക്കൂടിൽ എന്തെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്ക്. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണമായിരിക്കും. അപ്പോൾ ഇതുവരെ ഹൈപ്പ് ചെയ്യാണ്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഇപ്പം തന്നെ ഹൈപ്പ് ചെയ്തിട്ട് ലൈക്ക് അടിച്ചിട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്.